सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति. പ്രകൃതീശ്വരിയായ ദേവിയുടെ പല സങ്കല്പങ്ങളിലൊന്നാണ് വിദ്യാദായിനിയായ സരസ്വതി. അറിവിൻ്റെ ആദ്യാക്ഷരം മാധുര്യം നിറച്ച് കുരുന്നു നാവിൻ തുമ്പിൽ പകർന്ന് അനുഗ്രഹം ചൊരിയുന്ന മാതൃഭാവം. സകല ജീവരാശികളുടെയും നാവിൻ തുമ്പിൽ വസിക്കുന്ന വിദ്യയുടെ അധിപതിയായ ദേവീ സങ്കല്പം വിടർന്ന വെള്ളത്താമരയിൽ കുടികൊള്ളുന്നു എന്ന വിശ്വാസം. നൃത്ത സംഗീത കലകൾ, സാഹിത്യം, ബുദ്ധി, അറിവ് ഇവയെല്ലാം സരസ്വതീ ദേവിയുടെ വരദാനങ്ങൾ തന്നെ. നാവിൽ നിന്നുതിർന്നു വീഴുന്ന ഓരോ വാക്കും സരസ്വതി തന്നെയെന്നും തെറ്റായ വാക്കുകൾ വികട സരസ്വതി എന്നും പഴമക്കാർ പറയുന്നു. സരസ്വതീ ദേവിക്ക് മുന്നിൽ ആദ്യാക്ഷരം കുറിച്ച് നാവിൽ ഹരിശ്രീ എഴുതി തുടങ്ങുന്നു അറിവിൻ്റെ ഓരോ ബാല്യവും. 1200 വർഷത്തിലധികം പഴക്കമുള്ള ഗ്രാമീണത തുളുമ്പുന്ന ഒരു ക്ഷേത്രസന്നിധിയാണ് കാലടിയിൽ നിന്നും 7 കിലോമീറ്റർ മാറി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആവണംകോട് സരസ്വതി ക്ഷേത്രം. ദേവീ സാന്നിധ്യം വിളിച്ചോതുന്ന ഈ ക്ഷേത്രം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി പഴമയുടെ മുകുടം ചൂടി ഇന്നും നിലകൊള്ളുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമുള്ള ഈ ആവണംകോട് സരസ്വതി ക്ഷേത്രം നമ്മുടെ 108 ദുർഗാലയങ്ങളുടെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൽ അന്തിക്കാട് അവണംകോട് എന്നുള്ള രീതിയിൽ ഈ ഗ്രാമത്തെ സ്പർശിച്ചു പോകുന്നുണ്ട്. ദുർഗാക്ഷേത്രങ്ങളുടെ ഗണത്തിൽ പെടുകയാണെങ്കിലും ഇതൊരു സ്വയംഭൂ ക്ഷേത്രമാണ്. പരശുരാമന് പ്രതിഷ്ഠിച്ചായിട്ടുള്ള സങ്കല്പമുണ്ട്. പരശുരാമൻ്റെ പ്രതിഷ്ഠയും സ്വയംഭൂ സങ്കല്പവും ഒത്തുചേർന്ന് ഈ ചൈതന്യത്തെ കണ്ടറിയുകയും ബ്രാഹ്മണരുടെ സഹായത്തോടുകൂടി ഇവിടെ പ്രതിഷ്ഠാദി കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ദുർഗാക്ഷേത്രത്തിൽ സങ്കല്പം ഉണ്ടെങ്കിൽ പോലും ഇവിടെ 3 ഭാവത്തിലാണ് ദേവിയുടെ സാന്നിധ്യത്തെ ആചരിച്ചു വന്നിരുന്നത്. സരസ്വതി യാമത്തിൽ സരസ്വതി ദേവിയായിട്ടും, പിന്നെ ലളിതാദേവിയായിട്ടും, പിന്നെ രൂപത്തിലേക്കാണ് ഇവിടെ പണ്ട് പൂജ നടന്നിരുന്നത്. അതിൽ സരസ്വതി ഭാവവും സരസ്വതി പൂജകളും സരസ്വതി വന്ദനങ്ങളുമായിട്ടുള്ള എല്ലാ ക്രിയകളും ഇന്നും വീഴ്ച കൂടാതെ നടന്നു വരുന്നുണ്ട്. വിദ്യയുടെ അതിദേവതകളായ പ്രഥമ ഗുരു ദക്ഷിണാമൂർത്തിയും ഗണപതിയും സരസ്വതീ ദേവിക്കൊപ്പം വാണരുളി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നിടം. ആദി ശങ്കരാചാര്യസ്വാമികൾ ഹരിശ്രീ കുറിച്ചു എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് ആവണംകോട് സരസ്വതി ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ പ്രസിദ്ധമായ സ്വയംഭൂ സരസ്വതി ക്ഷേത്രം കൂടിയാണ് ഇവിടം. മിഥുനമാസത്തിലെ പൂയം നാളിലാണ് പരശുരാമൻ ക്ഷേത്രത്തിലെ ശിലയിൽ ദേവീ ചൈതന്യം കണ്ടെത്തിയതും പ്രതിഷ്ഠ നടത്തിയതും. ഭഗവതിയുടെ ഒരു കൈയിൽ തത്തയും മറുകൈയിൽ നാരായവുമായാണ് പ്രതിഷ്ഠ. സരസ്വതി സങ്കല്പവും ദുർഗാ സങ്കല്പവുമാണ് ക്ഷേത്രത്തിലുള്ളത്. ദിവസേന വിദ്യാരംഭം കുറിക്കുവാൻ സാധിക്കുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ ശിലയുടെ ഒരു ഭാഗം മണ്ഡപത്തിനു താഴെ പ്രത്യക്ഷമാണ്. ശിലയുടെ ആ ഭാഗം ദേവിയുടെ വാഹനമായ സിംഹമായി കരുതി ആരാധിച്ചു പോരുന്നു. ദക്ഷിണാമൂർത്തിയും ഗണപതിയും മണ്ഡപത്തിനു താഴെ സിംഹവാഹനത്തിനു സമീപത്തായി ദേവിക്ക് അഭിമുഖമായി ഇരിക്കുന്നു. കൂടാതെ പരശുരാമ സങ്കല്പത്തിൽ മണ്ഡപത്തിൽ കെടാവിളക്കുമുണ്ട്. ക്ഷേത്രത്തിലെ വലിയമ്പലത്തിൽ വെച്ചാണ് വിദ്യാരംഭ ചടങ്ങ് നടത്തിപ്പോരുന്നത്. ഏതു ദിവസവും ക്ഷേത്രത്തിൽ വിദ്യാരംഭം നടത്താം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതിനായി മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വിദ്യാരംഭത്തിനൊപ്പം നാവ് മണി നാരായം സമർപ്പണം, ത്രിമധുരം വഴിപാട്, സാരസ്വത പുഷ്പാഞ്ജലി, സാരസ്വതകൃതം എന്നീ വഴിപാടുകളും നടത്തിപ്പോരുന്നു.
ഇവയിൽ ഏറ്റവും പ്രധാനം നാവുമണി നാരായം സമർപ്പിക്കൽ വഴിപാടാണ്. ആവണങ്കോട് ക്ഷേത്രത്തിൽ മാത്രം നടത്താൻ പറ്റുന്ന വഴിപാട് കൂടിയാണ് ഇത്. നാവ് സംസാരശേഷിക്കും, മണി കേൾവിശക്തിക്കും, നാരായം എഴുതുന്നതിനുള്ള കഴിവിനുമാണ് എന്നാണ് വിശ്വാസം. സാരസ്വതകൃതം മുറജപം നടത്തിയാണ് ക്ഷേത്രത്തിൽ കുട്ടികൾക്ക് നൽകുന്നത്. കന്നിമാസത്തിലെ നവരാത്രി, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക വിളക്ക് എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. നവരാത്രിക്ക് 33ാമത് നവരാത്രി നൃത്ത സംഗീതോത്സവം എന്നുള്ളത് ഇവിടെ പുറത്ത് ഒരുക്കിയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അവിടെ സ്റ്റേജിൽ 10 ദിവസവും പരിപാടികളായിരിക്കും. 10 ദിവസവും നൃത്തം ഉണ്ടാവും, സംഗീത ആരാധനകൾ ഉണ്ടാവും. അതിനുള്ള രജിസ്ട്രേഷനൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. അത്രയും ഏകദേശം ലിസ്റ്റ് ഫുള്ളാവുന്ന രീതിയിൽ തന്നെ ആയിക്കഴിഞ്ഞു. അപ്പോൾ അതിലും ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുട്ടികൾ ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. നമ്മൾ കൂടുതൽ ഈ വലിയ ആർട്ടിസ്റ്റുകളുടെ പ്രാധാന്യം കൊടുക്കുന്നതിൽ ഉപരി നമ്മൾ സംഗീതം പഠിച്ചു വളർന്നു വരുന്ന, അല്ലെങ്കിൽ നൃത്തം പഠിച്ചു വളർന്നു വരുന്ന കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ സംഗീതോത്സവം നടക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഈ 10 ദിവസവും വൈകുന്നേരം നൃത്താരാധനകളുണ്ട് നടക്കുക. എല്ലാം നൃത്ത സ്കൂളുകൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ്. അതുപോലെ ഈ ഒഴിവ് ദിവസങ്ങളായിട്ടുള്ള ഞായറാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിൽ മുഴുവൻ ദിവസവും നിൽക്കുന്ന രീതിയിൽ സംഗീതാരാധന. മറ്റു വൈകുന്നേരം മാത്രമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്ന രീതിയിൽ സംഗീതാരാധനകൾ, അതും ഈ ഡാൻസ് അല്ലെങ്കിൽ പാട്ട് സ്കൂളുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രാധാന്യം ഇവിടെ ഉണ്ടെന്നുള്ളത് പോലെ തന്നെ സംഗീത വിദ്യാർത്ഥികൾക്കും നൃത്ത വിദ്യാർത്ഥികൾക്കൊക്കെ ഇവിടെ പ്രാധാന്യം കൂടുതലാണ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ അരങ്ങേറ്റമായിട്ട് ആദ്യമായിട്ട് ഒരു വേദിയിൽ അരങ്ങേറുന്ന പരിപാടികളും ഇവിടെ ഈ ക്ഷേത്രത്തിൽ ആ ദിവസങ്ങളിൽ നടന്നു വരും. ഇപ്പോൾ ഇത്തവണ തന്നെ 100-ലധികം വിദ്യാർത്ഥികൾ അരങ്ങേറ്റം ഇവിടെ നടത്താനായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സരസ്വതി സാന്നിധ്യം ഏറ്റവും പ്രഭാവത്തിലുള്ള വിജയദശമി ദിനത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിനായി നൽകുന്ന അരി കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന പതിവും ഇവിടെയുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന അരിയിൽ പിറ്റേ ദിവസം കുട്ടികളെ വീണ്ടും ഹരിശ്രീ എഴുതിക്കണം എന്നതാണ് ചടങ്ങ്. അനുവിദ്യാരംഭം എന്ന ഈ ചടങ്ങിനു ശേഷം ആ അരി ഉപയോഗിച്ച് കുട്ടികൾക്ക് പായസം വെച്ചു നൽകണം. അക്ഷരങ്ങൾ നാവിൻ തുമ്പിൽ അത്രമേൽ മധുരിക്കണമെന്ന് സാരം. ഭാരതം മുഴുവൻ സരസ്വതീ ദേവിയെ പൂജിക്കുന്ന വസന്ത പഞ്ചമി ദിനമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ദിവസം. ഈ ദിവസം ഏതൊരു നല്ല കാര്യവും ആരംഭിക്കാൻ ഉത്തമമായ ദിനം എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ദിനം ക്ഷേത്രത്തിൽ വിപുലമായി കൊണ്ടാടാറുണ്ട്. കേരളത്തിൽ വസന്ത പഞ്ചമി ആചരിക്കുന്ന ഒരേയൊരു ക്ഷേത്രം കൂടിയാണ് ഇത്. ദൂരദേശങ്ങളിൽ നിന്നുള്ള ആളുകളും കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ വടക്കേ ഇന്ത്യക്കാരുമെല്ലാം ഈ ദിവസം ക്ഷേത്രത്തിൽ ധാരാളമായി വന്നെത്താറുണ്ട്. ഇവിടെ എത്തിയിട്ട് ഇവിടെ പാടിയിട്ട് എന്ത് തുടങ്ങിയാലും അത് നല്ലൊരു പ്രോഗ്രസ്സിലേക്ക് ആയിട്ടാണ് എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ളത്. ഐശ്വര്യപ്രദായിനിയായ ദേവിയാണ്, സർവമോക്ഷപ്രദായിനിയാണ്. പാടാൻ കഴിയുന്നത് തന്നെ ഞങ്ങളുടെയൊക്കെ ഒരു മഹാഭാഗ്യമായിട്ടാണ് കരുതുന്നത്. മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ 5-ാം നാളാണ് വസന്ത പഞ്ചമിയായി ഭാരതത്തിലുടനീളം ആഘോഷിച്ചു പോരുന്നത്. ഈ ദിനം സരസ്വതീ ദേവിയെ പൂജിക്കുന്നതിലൂടെ ബുദ്ധിയും ആരോഗ്യവും സർവ്വ ഐശ്വര്യങ്ങളും നൽകി ദേവി അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം. ചില കുട്ടികൾക്ക് കായെന്നുള്ള അക്ഷരം വരില്ല, കാക്ക എന്നുള്ളത് താത്ത എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ വന്ന് നാവും നാരായം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ ഉച്ചാരണം വളരെ കൃത്യമായിട്ട് വരും. ഇത് അനുഭവത്തിലുള്ള ധാരാളം പേരുണ്ട്. അത് കാരണം ധാരാളം പേര് ഈ സമയത്ത് തന്നെ ഈ നവരാത്രി കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ധാരാളം ആളുകൾ വരും. അപ്പോൾ ഈ വഴിപാടൊക്കെ പ്രത്യേകിച്ച് ചെയ്യാറുണ്ട്. അതുപോലെ ഇവിടെ നവരാത്രിയുടെ അവസാനത്തെ വിജയദശമി ദിവസം ധാരാളം പണ്ഡിതന്മാരൊക്കെ വന്ന് കുട്ടികളെ അക്ഷരം നാവിൽ ഹരിശ്രീ കുറിക്കുന്ന സമ്പ്രദായം ഇവിടെ ധാരാളമായിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ വിദ്യാരംഭം കഴിഞ്ഞ പിറ്റേ ദിവസവും അതുപോലെ തന്നെ എഴുതിക്കണം. അതിനു വേണ്ടി കുറച്ച് അരി ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കും. ആ അരിയിൽ കൊണ്ട് എഴുതിക്കണം. പിറ്റേ ദിവസം എഴുതിച്ച് അതിൻ്റെ പിറ്റേ ദിവസം എഴുതിച്ചിട്ട് അത് പായസം വെച്ച് കൊടുക്കണം. അക്ഷരം മധുരിക്കണം. അതിനു വേണ്ടിയാണ് ഈ പായസം ഉണ്ടാക്കി കൊടുക്കുക. ഈ അനുവിദ്യാരംഭം എന്നുള്ളത് ഏതൊരു വിദ്യയ്ക്കും വേണ്ടതാണ്.
സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എവിടെയായാലും പിറ്റേ ദിവസവും അതിന് തുടർച്ച ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീർന്നു പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു, അത് പോരാ. അത് വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. അത് ഈ അമ്പലത്തിൽ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ കുട്ടികൾക്കും അരി കൊടുത്തുവിടും. ദിവസേന വിദ്യാരംഭം നടത്താൻ സാധിക്കുന്ന ഇവിടെ വിജയദശമി കഴിഞ്ഞാൽ വിദ്യാരംഭം കുറിക്കാനുള്ള ഒരു ശ്രേഷ്ഠ ദിനം കൂടിയാണ് വസന്തപഞ്ചമി. അന്നേ ദിവസം രാവിലെ വിശേഷാൽ സരസ്വതി പൂജകളും വേദമന്ത്ര ജപങ്ങളും പുരാണ പാരായണവും കീർത്തനാലാപനങ്ങളും വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീണ കച്ചേരി എന്നിവ നടത്തിപ്പോരുന്നു. ഭാരതത്തിൽ വിജയദശമി ദിവസമാണ് എല്ലാ വിദ്യകളുടെയും ആരംഭമായിട്ട് ആചരിച്ചു വരാറുള്ളത്. പക്ഷെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകത ഉണ്ടായിരുന്നു. വസന്തപഞ്ചമി എന്ന് പറഞ്ഞ ദിവസമുണ്ട്. ശരത്ത് കാലം കഴിഞ്ഞ് വസന്തകാലത്തിലെ പഞ്ചമി ദിവസം വിദ്യ ആരംഭിക്കാൻ ഏറ്റവും നല്ല ദിവസമായിട്ട്, കലകൾ ആരംഭിക്കാൻ, കൃഷി ആരംഭിക്കാൻ, ആയുധ പരിശീലനം ആരംഭിക്കാൻ ഒക്കെ നല്ല ദിവസമായിട്ട് ആചരിച്ചു വരുന്നുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. അതിന് കാരണം വെച്ചാൽ ദേവിയുടെ ജന്മദിനം, സരസ്വതി ദേവിയുടെ ജന്മദിനമായിട്ടാണ് ആ ദിവസത്തെ കാണുന്നത്. ശരത്ത് കാലത്ത് ഇല കൊഴിച്ചു നിൽക്കുന്ന മരങ്ങളിൽ, ചെടികളിൽ ഒക്കെ പുതിയ നാമ്പ് വരുന്ന വസന്തകാലത്തെ സൂചിപ്പിക്കുന്നതാണ് ആ വസന്ത പഞ്ചമി ദിനം. നമുക്കറിയാം, ആ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ ഇവിടെയാണ് പുതിയ പുതിയ മുകുളങ്ങൾ മാവുകൾക്കും പ്ലാവുകൾക്കും വരുന്നത് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ നവമുകുളങ്ങൾ വരുന്നത് തന്നെ ഒരു പുതിയ കാര്യം ആരംഭിക്കാനുള്ളൊരു സുദിനം എന്നുള്ള നിലയ്ക്ക് വടക്കേ ഇന്ത്യയിൽ വസന്ത പഞ്ചമി വിദ്യാരംഭത്തിന് ഉപയോഗിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിലും കഴിഞ്ഞ 3 വർഷമായിട്ട് പുതിയ ഭരണസമിതിയൊക്കെ ചാർജ് എടുത്തതിന് ശേഷം അവർ ആയിട്ട് ഈ വസന്ത പഞ്ചമിയും ഈ ക്ഷേത്രത്തിൽ ഉചിതമായി തന്നെ ആചരിച്ചു വരുന്നുണ്ട്. മീനമാസത്തിലാണ് ക്ഷേത്രത്തിലെ പൂരം. ഉത്രം നാളിൽ ആറാട്ടു വരുന്ന രീതിയിൽ 10 ദിവസം മുന്നേ കൊടിയേറും. തരണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്ര തന്ത്രി. കൊടിമരമാക്കാൻ പാകത്തിലുള്ള അടയ്ക്കാമരം മുറിച്ചെടുത്ത് ദേവീനാമം ചൊല്ലി തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ദേവസ്വം മണ്ണിൽ തൊടിയിച്ച് നാടു ചുറ്റി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ കവാടം വഴി എത്തിക്കുന്ന ചടങ്ങ് അതിപുരാതനവും പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്. ക്ഷേത്രത്തിലെത്തിക്കുന്ന അടയ്ക്കാമരം ആവണങ്കോട് ആശാരിമാരിൽ നിയുക്തരായ കുടുംബക്കാർ ചേർന്ന് ചെത്തിയൊരുക്കി കൊടിമരമാക്കി മാറ്റുന്നു. ആലിൻ്റെ ഇലയും മാവിൻ്റെ ഇലയും കെട്ടിവെച്ച് അലങ്കരിക്കുന്ന കൊടിമരം നാട്ടുകാർ ചേർന്ന് ക്ഷേത്രത്തിനു മുന്നിൽ കുഴിച്ചിടുന്നു. ശേഷം തന്ത്രിയുടെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങൾക്കു ശേഷം ഉത്സവം കൊടിയേറുന്നു. വിശേഷാൽ ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നവരാത്രി ഉത്സവം, അത് കഴിഞ്ഞ തൃക്കാർത്തികയാണ്. ഇവിടെ നവരാത്രി ശരിക്കും ഉത്സവമായിട്ടാണ് കണക്കാക്കപ്പെടുക. കാരണം നവരാത്രി ഇവിടെ ആവണങ്കോട് സരസ്വതി ക്ഷേത്രത്തിൽ ഏറ്റവും വിശേഷമാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അന്നേ ദിവസം വിജയദശമി ദിവസം ഇവിടെ വന്ന് എത്തിച്ചേരുക. അതേപോലെ ഉത്സവം അതെ 10 ദിവസം ഉത്സവമാണെങ്കിൽ 10 ദിവസവും ആറാട്ട് ഇവിടെ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ആവണങ്കോട് സരസ്വതി ക്ഷേത്രം. സരസ്വതി ക്ഷേത്രത്തിന് സമീപത്തായി രാമഞ്ചിറ ക്ഷേത്രം എന്ന പേരിൽ ഒരു ഉപക്ഷേത്രം കൂടിയുണ്ട്. ശാസ്താവും ഭദ്രകാളിയുമാണ് ഇവിടെ പ്രതിഷ്ഠ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിലവിൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് രാമഞ്ചിറ എന്ന പേരിൽ ഒരു ചിറയും അതിനോട് ചേർന്ന് ഒരു ക്ഷേത്രവും നിലനിന്നിരുന്നു. ഏതോ നൂറ്റാണ്ടിൽ ക്ഷേത്രം നശിക്കുകയും കുളം മൂടിപ്പോവുകയും ഉണ്ടായി. പിന്നീട് നൂറ്റാണ്ടുകൾക്കു ശേഷമാണ് രാമഞ്ചിറക്കുളത്തിൻ്റെ അവശിഷ്ടങ്ങളും അതിനോടൊപ്പം ഭദ്രകാളിയുടെയും ധർമ്മശാസ്താവിൻ്റെയും രൂപങ്ങൾ ലഭിക്കുകയും ചെയ്തത്. തുടർന്ന് രാമഞ്ചിറ ക്ഷേത്രം പണിതീർത്ത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുകയാണ് ഉണ്ടായത്. സകല വിദ്യകളുടെയും കലകളുടെയും മൂർത്തിഭാവമാണ് സരസ്വതി ദേവി എന്നാണ് വിശ്വാസം. സരസ്വതി ദേവി ഏറ്റവും പ്രഭാവത്തോടെ കുടിയിരിക്കുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നു ലഭിക്കുന്ന നല്ല തുടക്കം ഓരോ കുട്ടികളെയും അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും വലിയ ലോകത്തേക്കുള്ള കാൽവയ്പുകളായി മാറുന്നു. സരസ്വതി ദേവിയുടെ കരുതൽ എന്നും അവർക്കൊപ്പം ഒരു കൈത്താങ്ങായി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ അർപ്പണങ്ങളും സഫലമാകട്ടെ. നന്ദി, നമസ്കാരം.